ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ ഇവിടെ എരുമേലിയിലെ വാവരുപള്ളിയാണ്. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടി കാണുക. പൊന്നായിക്ക് ചോറ് കൊടുക്കാനായിട്ട് പോവാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 2 മണി ആയിട്ടുണ്ട്. നമ്മള് പമ്പയെ പോയി പാർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ പോകുന്ന വഴിക്ക് ചോദിക്കുമ്പോ പറയുന്നുണ്ടായിരുന്നു കുഞ്ഞിന് ചോറ് കൊടുക്കാനായിട്ട് ചോദിച്ചു നോക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോഴാ പറയുന്നത് ഇവിടെ ഫുള്ള് പാർക്കിംഗ് ആയേക്കുക, എന്ത് വന്നാലും രക്ഷയില്ല എന്ന് പറയും. നമ്മൾ അവിടെ സ്റ്റേഷനിൽ കയറി ചോദിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ പറഞ്ഞു ഒരു പ്രാവശ്യത്തെ ദർശനം കഴിഞ്ഞേച്ച് വെളുപ്പിനത്തെ ദർശനം കഴിഞ്ഞ് ആളുകൾ ഇറങ്ങുമ്പോൾ അവിടെ പാർക്കിംഗ് കിട്ടുമായിരിക്കും, അത് വരെ വെയിറ്റ് ചെയ്യാൻ. നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങും. ഈ സമയത്തൊക്കെ ഒരു മഴ പെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുമഴ അങ്ങോട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മളന്ന് നിലയ്ക്ക് പോകണം, ഇത്രയും തിരിച്ചു പോകണം. അത് കഴിഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് എപ്പോൾ വരും? ആകെ മൊത്തത്തിൽ കുറച്ച് സമയം നല്ല ടെൻഷനായിരുന്നു. അവിടെ നിന്നൊരു സാറ് പറഞ്ഞു, നിലയ്ക്കെ കൊണ്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മാത്രം പോകും, അവിടെ പോയി നിലയ്ക്കെ കൊണ്ട് പാർക്ക് ചെയ്യുക, നിങ്ങളെല്ലാം ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് അങ്ങ് മഴ പെയ്തു, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാതെ. അങ്ങനെ രതീഷേട്ടൻ പറഞ്ഞു ഏതായാലും കയറി വണ്ടിയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി. മഴയായിരുന്നു, അതിനെയല്ല റോഡ് സൈഡിൽ നിന്ന് മാറ്റണം, ഇവിടെ വണ്ടി ഇട്ടുകൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്നും വന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനെ മാറി. നമ്മൾ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സാറിനെ കാണുന്നത്. ദൈവം എന്തൊരു അത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് പൊന്നായി ഇങ്ങനെ വഴക്കുണ്ടാക്കിയപ്പോൾ പൊന്നായെയും കൊണ്ട് നമ്മൾ വെളിയിലോട്ട് വണ്ടി നിർത്തി ഇച്ചിരി നേരെ ഇറങ്ങി നിന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കുട ചൂടിയൊക്കെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഒരു സാറ് വന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ പറഞ്ഞു കുഞ്ഞിന് ചോറ് കൊടുക്കേക്ക് വന്ന ഇന്ന പോലാന്ന് പറഞ്ഞപ്പോൾ ആ സാറാണ് നമുക്ക് പമ്പയെ തന്നെ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ. എന്നാ ഒരു അത്ഭുതമായിരുന്നു, ഓർത്തിട്ട് വയ്യ. ത്രിവേണിയിലോട്ട് ഇറങ്ങുന്ന വഴി ഇതൊക്കെ പറഞ്ഞു തന്നതാട്ടോ. ത്രിവേണിയുടെ അവിടെ ഇപ്പൊ പാർക്കിംഗ് ഇല്ല, ക്ലോസ് ചെയ്തേക്കുക. പൊന്നായിക്ക് കുറുക്ക് കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും കുളിക്കാനൊക്കെ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ രതീഷേടൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഒക്കെ കാണാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പമ്പ, അതായത് ത്രിവേണിയുടെ അയിലെ ഇറങ്ങി വന്നു. ത്രിവേണിയുടെ അയിലെ അവിടെ ബ്ലോക്ക് ചെയ്തേക്കാണ്, അവിടെ വണ്ടി പാർക്ക് ഒന്നും ചെയ്യുന്നില്ല. അതാ ഇത്രയും വണ്ടി ഇടാൻ സൗകര്യം ഇല്ലാതെ വന്നേന്നാണ് തോന്നുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കുഞ്ഞിലെങ്ങാണ്ട് കണ്ട ഓർമ്മയൊന്നും ഇല്ല എനിക്ക്, പമ്പ മാത്രം ഓർക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇതിലേക്ക് വന്നതാ. സ്വാമി ശരണം. സ്വാമിയെ ശരണമയ്യപ്പ. ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ദിവ്യ ദർശനക്കാക്കി പവിത്രദാത எனவே பம்பையாற்றில் குளிப்பதற்கு இறங்குவதை தவிர்க்க வேண்டும் என்று பக்தர்களுக்கு அறிவுறுத்தப்படுகின்றது. பக்தர்கள் குளிப்பதற்காக பம்பையாற்றில் அருகே அன்னதான மண்டபத்தின் அருகே ஏற்பாடுகள் செய்யப்பட்டுள்ளது என்பதை தெரிவித்துக் கொள்கின்றோம். மழை காரணமாக சுவாமி சரணம். சுவாமியே ಶರಣಯ್ಯಪ್ಪ. ಶಬರಿಮಲಾ ಶ್ರೀ ಧರ್ಮಶಾಸ್ತ್ರ ದಿವ್ಯ ದರ್ಶನಕ್ಕಾಗಿ ಪವಿತ್ರವಾದ ಪಂಪಕ್ಕೆ ಬರುತ್ತಿರುವ ಅಯ್ಯಪ್ಪ ಭಕ್ತಾದಿಗಳಿಗೆ ಪವಿತ್ರವಾದ ಪಂಪಾ ನದಿಯಲ್ಲಿ ಸ್ನಾನ ಮಾಡುವಂತಹ
സാധാരണ പോകുമ്പോൾ ഈ ഇറങ്ങി വരുന്ന വനത്തിൽ കൂടെ അല്ലേ, അതിലേ ആയിരുന്നു ഇപ്രാവശ്യം കയറ്റി വിട്ടതുവേ. അപ്പുറം പണി നടക്കുന്നതുകൊണ്ട് ഇതിലേ പോയതും വന്നതും എല്ലാം. അങ്ങോട്ട് പോകണം.
പൊന്നയുടെ അമ്മമ്മ തിന്നുന്നുണ്ടോ? പൊന്നയുടെ അമ്മാമ്മ എന്തിയേ? പൊന്നയുടെ അമ്മാമ്മ എന്തി? പൊന്നയുടെ അമ്മാമ്മ എടുത്തിട്ടുണ്ടോ? കാരണം പമ്പയെ കുറിച്ചെടുത്ത് പ്രവർത്തിച്ചപ്പോ എല്ലാം മൃഗാന്റെ വെയിറ്റിംഗ്
അയ്യോ വെള്ളത്തിൽ കുളിക്കാൻ അറിയാവൂ. ആ